വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഈ സൺഡേ പ്രോജക്റ്റ് എൻ്റെ വീടും പരിസരവും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഞാനും എൻ്റെ മോളുടെ മകനായ കൊച്ചുമോൻ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ രണ്ടാളായിരിക്കും മുഴുവൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. റിക്കു സേ ഹായ്. ഇവിടെ നോക്ക്, അമ്മേ നോക്ക്. റിക്കു ഹായ്. എൻ്റെ വീടിൻ്റെ മുൻവശത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ട്. അതേപോലെ പുറകിലായിട്ട് നല്ല പച്ചക്കറിത്തോട്ടമുണ്ട്. ഇതിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ വൈഫായ റീന. ഒരു സംരംഭത്തിൽ അവളാണിത് ചുക്കാൻ പിടിക്കുന്നതും കൊണ്ടു നടക്കുന്നത്. ഞാൻ പലപ്പോഴും അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതാണ് ഇതിൻ്റെ വിജയരഹസ്യം. നമ്മൾ ഇനി പമ്പ് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. നമ്മുടെ പറമ്പിൽ 100-ലധികം വെറൈറ്റികളായിട്ടുള്ള ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ട്. ഈ പറമ്പിൽ നമുക്ക് 2 കിണറുകളാണ് ഉള്ളത്. ഒന്ന് അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിക്കാനായിട്ടുള്ള ഈ അടുത്ത് കാണുന്ന ഒരു കിണറും പമ്പ് സെറ്റും ആയിട്ടുള്ളത്. പിന്നൊന്ന് നമ്മുടെ കുടിവെള്ളത്തിനും ഒക്കെ ഉപയോഗിക്കാനായി നല്ലൊരു കിണർ ആ സൈഡിലുണ്ട്. ഇത് എനിക്ക് ആൻസിസ്ട്രലായിട്ട് കൈമാറി വന്നിട്ടുള്ളതാണ്. അപ്പാപ്പൻ അപ്പൻ അങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതിൽ വളരെയധികം പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ട്. ഇതിൽ 100 വർഷങ്ങൾ വരെ പഴക്കമുള്ള മരങ്ങൾ ഇതിലുണ്ട്. അത് കഴിഞ്ഞ് ഡാഡി വെച്ചതായിട്ടുള്ളതുണ്ട്, ഞാൻ വെച്ചിട്ടുള്ള ജാതികൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പറമ്പാണ് നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നത്. ഈ കാണുന്നതാണ് കടച്ചക്ക. ഇത് ഏറ്റവും ഔഷധമൂല്യമുള്ള നല്ല ഒരു ഇനം പച്ചക്കറിയാണ്. ഇതിനും നല്ലോണം പഴക്കമുള്ളൊരു മരമാണ്. എന്ത് കിട്ടണ മരം റിക്കു? കടച്ചക്ക കിട്ടുന്ന മരം. കടപ്ലാവ്. എന്ത് മര? കാവു. കാവു അല്ലേ? പ്ലാവു അല്ല, കാവു. കടപ്ലാവ്. ഇന്നലെയാണ് നമ്മൾ ഈ പറമ്പിൽ ടില്ലർ ആദ്യമായിട്ട് ഇറക്കുന്നതും ഒന്ന് പൂട്ടി വൃത്തിയാക്കുന്നതും. കാരണം നല്ലോണം നനവുണ്ട് പറമ്പിൽ. അതാണ് ഏറ്റവും പറ്റിയ സമയം നമ്മൾക്ക് ഉഴുതാനായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ടില്ലർ ഇറക്കി ഉഴുത ഭാഗങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. പണ്ട് കാലത്തൊക്കെ നമ്മൾ കൂലിക്ക് ആൾക്കാരെ നിർത്തി പലരും പണിതിരുന്ന ഈ സ്ഥലമാണ് ഇന്ന് ഇപ്പോൾ യാന്ത്രികമായി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തു പോകുന്നത്. ഇതെന്തത്? പേരയ്ക്ക. പേരമരം. പേരയ്ക്ക കിട്ടും. പേരയ്ക്ക. അതെന്താ? കോക്കോനട്ട് പറഞ്ഞേ. കോക്കോനട്ട് പറഞ്ഞേ ബേബി. കോക്കോനട്ട് എന്ന് പറഞ്ഞേ. കോക്കോനട്ട് പറഞ്ഞേ. അത് തേങ്ങ. കോക്കോനട്ട്. തേങ്ങ എന്ന് പറഞ്ഞേ. ആ, നീ കോക്കോനട്ട് എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ജാതിക്ക. 45ഓളം ജാതി മരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നല്ലൊരു വരുമാന മാർഗവുമാണ്. വെള്ളം ഏറ്റവും കൂടുതൽ വേണ്ടൊരു
മരമാണിത്. എപ്പോഴും നമുക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കണം ജാതിക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കവുങ്ങ്. ഇത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണാതെ ആയി തുടങ്ങി. പണ്ട് ഈ പറമ്പിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കവുങ്ങായിരുന്നു. അതിൻ്റെ മെയിൻ്റെനൻസും അത് ഇടാനായിട്ട് ആളെ കിട്ടാത്തുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഞങ്ങൾ ജാതിയുടെ എണ്ണം കൂട്ടി കവുങ്ങിൻ്റെ എണ്ണം കുറച്ചു. കവുങ്ങ് ഈ പറമ്പിൽ ഇപ്പോഴും അത്യാവശ്യത്തിനുണ്ട്. നമ്മളെല്ലാവരും പല കല്യാണങ്ങൾക്കും പോകുമ്പോൾ വിറ്റലയും താമ്പൂലവും ഒക്കെ തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പാക്ക്, അടയ്ക്ക എന്ന് പറഞ്ഞൊരു സാധനം തരും. അത് ഇപ്പോഴത്തെ ജനറേഷനിലെ ചെറിയ കുട്ടികൾക്ക് അറിയോ എന്ന് അറിഞ്ഞു. അടയ്ക്ക ഉണ്ടാവുന്നത് കവുങ്ങിലാണ്. ഇതിൽ നിന്നുണ്ടാവുന്ന അടയ്ക്ക പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ പാക്കായിട്ട് നമ്മൾ കയ്യിലേക്ക് ലഭിക്കുന്നത്. ഈ കാണുന്ന വൃക്ഷമാണ് കറിവേപ്പ്. കറിവേപ്പ് അറിയാത്തവരാരും ഉണ്ടാവില്ല, മരം കണ്ടിട്ടുണ്ടാവില്ല ചിലവ്, അത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലെ 3-4 വൃക്ഷങ്ങൾ ഈ പറമ്പിലുണ്ട്. കാണുന്നതാണ് ഒരു കാപ്പിച്ചെടി. സാധാരണ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാവാറുള്ളതല്ല, പക്ഷെ വളരെ ഇഷ്ടക്കൂടിയും കൗതുകത്തോടു കൂടിയും വയനാട്ടിൽ പോയപ്പോൾ എൻ്റെ വൈഫ് കൊണ്ടുവന്ന് വെച്ചതാണ് ഈ ഇത്. ഇപ്പോൾ അത് പൂ വിട്ട് തുടങ്ങി. 2 തൈയാണ് നമുക്കിവിടെ ഉള്ളത് കാപ്പി. റിക്കുവിന് പറമ്പ് ഇഷ്ടമായോ? റിക്കു ഇഷ്ടമായ പമ്പല്ല പറമ്പ് പറഞ്ഞേ. പിന്നെ ഏറ്റവും കൂടുതലുള്ളതാണ് തെങ്ങ്. ഇവിടെ നമ്മൾക്ക് 10-35 തെങ്ങോളം ഉണ്ട് ഈ പറമ്പിൻ്റെ ഉള്ളിൽ. നല്ലൊരു ആദായവുമാണ്. അടുത്തതാണ് വാഴ. ഇവിടെ പൂവനും ഞാലിപ്പൂവനും റോബസ്റ്റയും ഒക്കെ ആയിട്ടുള്ള പല വെറൈറ്റികളായിട്ടുള്ള വാഴകൾ ഈ പറമ്പിലുണ്ട്. കുരുമുളക് എല്ലാവരും കേട്ട് കാണും. ആ കുരുമുളകാണ് ഇവിടെ പടർന്നിരിക്കുന്നത് വള്ളിയിൽ. ഇവിടെ പല മരങ്ങളിലും കുരുമുളക് പടർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്തച്ചക്ക. ആത്തച്ചക്കകൾ ഈ പറമ്പിലുള്ള ഒരു വൃക്ഷം. പിന്നെ നമ്മൾക്ക് ഈ പറമ്പിലുള്ള ഒരു വെറൈറ്റിയാണ് മുരിങ്ങ. ആ മുരിങ്ങേമേലാണ് നമ്മൾ കണ്ട കുരുമുളക് പടർത്തിയിരിക്കുന്നത്. വളരെ ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് മുരിങ്ങ. ഇരുമ്പാമ്പുളി നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അത് ഇപ്പോൾ അതിൻ്റെ കായൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലാണ് തീർന്നു പോയത്. ഇതിപ്പോൾ പൂവിട്ട് നിൽക്കുകയാണ്, ഫ്രഷ് ആയിട്ടുള്ള കായകൾ വരുവാനായിട്ട്. ഇരുമ്പാമ്പുളി. ഇത് നമ്മുടെ 2ാമത്തെ കിണർ, കുടിവെള്ളത്തിൻ്റെ കിണറാണിത്. നല്ല സ്വീറ്റായിട്ടുള്ള വെള്ളമാണ്, ടേസ്റ്റി ആയിട്ടുള്ള വെള്ളമാണ് നമുക്കുള്ളത്. ഇതിൽ ഒരു പൊന്മയും പൊന്മക്കുഞ്ഞുങ്ങളുടെ കുടുംബവും ഇതിലുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ കാണാം. 4-5 കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. നോക്കട്ടെ, അത് നോക്കട്ടെ. പൊന്മക്കുഞ്ഞുണ്ടോ? പൊന്മക്കുഞ്ഞ് ഇല്ലടാ, ഒക്കെ പോയിടാ, അവരൊക്കെ പുറത്തേക്ക് പോയിടാ. പൊന്മക്കുഞ്ഞൊക്കെ ഇനി നമ്മൾക്ക് വെജിറ്റബിൾ ഗാർഡനിലേക്ക് ഒന്ന് കടന്നു പോകും. അപ്പോൾ നമ്മൾ കയറി വരുന്നത് ചേന. ആദ്യം തന്നെ നമുക്ക് കാണാം. നമ്മൾ കാണാൻ പോകുന്ന ഈ വൃക്ഷമാണ് ചാമ്പ. ചാമ്പ വൃക്ഷം. നമ്മൾക്കിവിടെ 2 വെറൈറ്റി ചാമ്പകളുള്ളത്. ഒന്ന് പിങ്കും ഒന്ന് വൈറ്റും. ഏറ്റവും നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ ഉള്ളൊരു വൃക്ഷമാണ് കുടപ്പുളി. മീനിലൊക്കെ ഇട്ട് വയ്ക്കാവുന്ന ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് കുടപ്പുളി. അതിൻ്റെ വൃക്ഷമാണിത്. അതിൻ്റെ 2-3 വൃക്ഷങ്ങൾ നമുക്കിവിടെയുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കശുവണ്ടിയുടെ വൃക്ഷമാണിത്. കാഷ്യൂനട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് സീസൺ അല്ലാത്ത കാരണമാണ് നല്ലോണം ഉണ്ടാകുന്ന ഒരു മരമാണ്. സാധാരണ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്തെങ്കിലും പറ്റാത്തൊരു കാര്യം വരുമ്പോൾ ഉങ്ങേറാൻ പോ എന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അത് പറയുമെന്ന് എനിക്കറിയില്ല. ആ ഉങ്ങ് എന്ന് പറയുന്നത് ഒരു മരമാണ്. അത് ഇവിടെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ട്രീ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതാണ് ഉങ്ങ്. അതുമ്പോൾ നിറച്ച് മുള്ളുകളായിരിക്കും. വലിയ മരമായിട്ട് വരും അത്. അവക്കാഡോ ഫ്രൂട്ടിൻ്റെ ട്രീ ആണത്. ചെറി പ്ലാന്റ്. നമ്മൾ സാധാരണ പട്ടുനൂലുണ്ടാക്കുന്ന പുഴുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതാണിത്. അതുമ്പോൾ ചെറിയൊരു ഫ്രൂട്ടും ഉണ്ടാകും, മൽബറി. ഇപ്പോൾ അതിൻ്റെ സമയമല്ലാത്ത കാരണമാണ് ഇത് മൽബറി. നമ്മൾ കാണുന്നതാണ് കപ്പ, ടപ്പിയോക്ക. അതിൻ്റെ ഒരു ഏരിയയാണിത്. അടുത്ത ഒരു ഐറ്റമാണ് മിളക്. ഇവിടെ പാവിയിട്ടുള്ളത് മിളകും തൈകളാണ്. ഇതിൽ ചെറിയൊരു തൈമ തന്നെ മുളകുണ്ടായത് നിങ്ങൾക്ക് കാണാം.
ഇതൊക്കെ റീനയുടെ കഠിനാധ്വാനമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ പരിസരത്ത് വെണ്ട കൃഷിയായിരുന്നു കൂടുതൽ. ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വെണ്ടകളുടെ ആ കാലാവധി കഴിഞ്ഞത് എടുത്തു കളഞ്ഞിട്ട് ഇനി പുതിയ വൃക്ഷങ്ങൾ വെക്കാൻ പോവുകയാണ്. ഇത് പ്രഷർ ചീര. പ്രഷറിലൊരുക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ്. ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇനമാണ് പ്രഷർ ചീര. കുറേ ഉണ്ടായിരുന്നതാണ് ഈ അടുത്ത് നമ്മളത് മുറിച്ചെടുത്തത്. ഇന്ന് ഉപ്പേരി അതാണ് നമുക്ക്. ഇന്നത്തെ ഉപ്പേരി അതാണ്. പ്ലാവ്, ചക്ക കേരളത്തിൻ്റെ ദേശീയ ഫലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മരമാണിത്. ഇവിടെ നമ്മുടെ ഈ പറമ്പിൽ 5-6 ഇനം പ്ലാവുകളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ടാണത്. ഇതൊന്ന് കാണാൻ എളുപ്പമുള്ള കാരണം ഇതെടുത്തതാണ്. നെല്ലിക്ക. ഇത് നെല്ലിക്കയുടെ മരമാണ്. ഇത് നിങ്ങൾ കേൾക്കുക, ഈ ഒരു കാലത്ത് ഇത് വളരെ പ്രസക്തിയുള്ളതാണ്. കൊറോണയുടെ സീസണിൽ വിറ്റമിൻ സി കൂടുതലുള്ളത് കൊണ്ട് ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു വൃക്ഷമാണ്. മാവ്. മാങ്ങ തിന്നാത്തവരാരും ഉണ്ടാവില്ലല്ലോ. മാവ്. ഇത് പല മാവുകളിൽ ഒരെണ്ണാണിത് ഈ പറമ്പിലുള്ളതിൽ. അതുപോലെ തന്നെ ഇവിടെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. ചേമ്പിൻ്റെ കൃഷി നമ്മൾക്കിവിടെ ഉണ്ട്. ചേമ്പിൻ്റെ താള് ഈ അടുത്ത് നമ്മൾ കൂട്ടാൻ വെച്ച കാരണം കുറച്ചെണ്ണം കാണാനില്ല. ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റാണിത്. ഇപ്പോൾ അതിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് കായ അതില്ല, അല്ലെങ്കിൽ സാധാരണ കായ ഉണ്ടാവാറുണ്ട്. പപ്പായ അല്ലെങ്കിൽ വപ്പക്കായ. ഇത് ഈ പറമ്പിൽ പല സ്ഥലത്തുമുണ്ട്. വളരെ ഔഷധ ഗുണമുള്ള നല്ല ഒരു ഫലമാണ്. നാരകം. അതിൻ്റെ ഒരു ചെടി നമ്മളിവിടെ വളർത്തിയിട്ടുണ്ട്. അടുത്തത് ഇത് പനിക്കൂർക്ക. എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് വേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമ്മളവിടെ കണ്ട പോലെ തന്നെയുള്ള പ്രഷർ ചീര. മിളക്. അതിന് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ് എന്നും കാലത്ത്. നമുക്ക് കിളിക്ക് ഇത് കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? തേന കൊടുക്കണ്ടേ? ആ നോക്കട്ടെ. 1, 2, 3, 4. ഇവർക്ക് കൊടുക്കണ്ടേ നമ്മള്? ആ നോക്കട്ടെ. കിളികളെ ഉണ്ണിക്കുട്ടൻ തേന കൊടുക്കുന്നുണ്ട്. തിന്നോളൂ, നിങ്ങൾ തിന്നോളൂ. ചാറ്റ കൊടുത്തവർക്ക്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ.